ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ടെറാക്കോട്ട ക്ലേ വെച്ചിട്ട് ഒരു പെൻഡൻറ്റും ഇയറിങ്ങും ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ക്ലേ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ടെറാക്കോട്ട ക്ലേ ആണ്, പക്ഷേ ഇത് ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, എയർ ഡ്രൈ ആയിട്ടുള്ള ക്ലേ ആണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ആവശ്യമുള്ളത്ര ക്ലേ മാത്രം ഇതിൽ നിന്ന് എടുക്കുക. ബാക്കി നമ്മൾ എയർ ടൈറ്റായിട്ട് തന്നെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകും. അതിന് ശേഷം അത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാസലിനായിട്ടും തടവിയിട്ട് വേണം ഒന്ന് പരത്തിയെടുക്കാൻ. ഇതുപോലത്തെ മോൾഡ് വെച്ചിട്ടാണ് ഞാൻ പെൻഡൻറ്റും ഇയറിങ്ങും കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം പെൻഡൻറ്റിന് വേണ്ടി വലിയ മോൾഡ് വെച്ച് ഇതുപോലെ കട്ട് ചെയ്യുന്നു. ഇത് മോൾഡ് വെച്ച് കട്ട് ചെയ്തെടുത്ത ഉടനെ തന്നെ ഇതുപോലത്തെ ഐപ്പിന് ഇതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 24 hours ഇത് ഉണങ്ങാൻ വെക്കണം. അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഈ പെയിൻ്റാണ്. ഇതിൽ എഴുതിയിട്ടുണ്ട് ഏതൊക്കെ മെറ്റീരിയൽസിൽ ഇത് യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ ടെറാക്കോട്ട മെറ്റീരിയൽസിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം.
പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂറൊക്കെ വെക്കുമ്പോൾ പെയിൻറ്റ് നന്നായിട്ട് ഉണങ്ങി കിട്ടും. അതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഹുക്ക് വെച്ച് കൊടുക്കാം. ഈ പെൻഡൻറ്റ് ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു മാലക്കാണ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഈ പെൻഡൻറ്റിൻ്റെയും ഇയറിങ്ങിൻ്റെയും സെൻറ്ററിലായിട്ട് ഇതുപോലത്തെ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ 6000 എന്ന് പറയുന്ന ഈ ഗമ്മാണ് യൂസ് ചെയ്യുന്നത്. ഇത് ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഗമ്മാണ്. ഇത് വെച്ചിട്ട് ഞാൻ ഈ സ്റ്റോൺസ് ഇതിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.